വീട്ടിൽ മകൾ അമ്മയോടും അച്ഛനോടും തർക്കിക്കുകയാണ്. കൂട്ടുകാരുമൊത്ത് നൈറ്റ് പാർട്ടിക്ക് പോകാൻ അനുവാദം കിട്ടാത്തതാണ് വിഷയം. ഒടുവിൽ കടുത്ത ദേഷ്യത്താൽ അവൾ തന്റെ മുറിയിൽ ചെന്ന് വാതിൽ വലിച്ചടയ്ക്കുന്നു. അല്പനേരം കരഞ്ഞിരുന്ന ശേഷം അവൾ പാർട്ടിക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. അമ്മയും അച്ഛനുമറിയാതെ മുറിയുടെ ജനാലയിലൂടെ പുറത്തേക്ക് ഇറങ്ങി. അവൾ ഇരുണ്ട വഴികളിലൂടെ പാർട്ടി നടക്കുന്ന ഹോട്ടലിൽ എത്തി. കൂട്ടുകാരുമൊത്ത് ആനന്ദിക്കുന്നതിനിടെ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഒരാൾ അവളെ സമീപിച്ചു. അവളുമായി ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അവൾക്കും അവനിൽ ഇഷ്ടം തോന്നി. അയാൾ നന്നെ മദ്യപിക്കുന്നുണ്ടായിരുന്നു. കുറെ നേരം കഴിഞ്ഞു. അവൾക്ക് പോകാൻ തിടുക്കമായി അവൻ കൊണ്ടുവിടാം എന്ന് സമ്മതിച്ചു. കാർ പാർക്കിങ്ങിൽ പോകുന്നതിനിടയ്ക്ക് തന്നെ മദ്യലഹരിയിൽ അയാൾ പലവട്ടം വീണു. നീ എങ്ങനെ ഈ അവസ്ഥയിൽ വണ്ടി ഓട്ടിക്കാനാണ് എന്നവൾ ചോദിച്ചപ്പോൾ ഇതൊക്കെ തനിക്ക് ശീലമാണെന്ന് പറഞ്ഞ് അവർ യാത്ര ആരംഭിച്ചു. വാഹനം വേഗത കൂടിയപ്പോൾ അവൾ കുറയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും മദ്യലഹരി അയാളുടെ തലയ്ക്ക് പിടിച്ചിരുന്നു. ഒടുവിൽ അങ്ങനെ തന്നെ ഉണ്ടായി. ഇവർ സഞ്ചരിച്ച കാർ മറ്റൊരു കാറിലേക്ക് ഇടിച്ചു കയറി. അവൾ കണ്ണ് തുറന്നപ്പോൾ ICUവിലാണ്. ശരീരം അനക്കാൻ കഴിയുന്നില്ല. തന്റെ കൂടെ വന്നയാളെ പറ്റി അവൾ അടുത്തുണ്ടായിരുന്ന നേഴ്സിനോട് ചോദിച്ചു. അവൻ മരിച്ചു. മറ്റേ കാറിൽ ഉണ്ടായിരുന്നവർക്ക് എന്തെങ്കിലും പറ്റിയോ എന്നവൾ അന്വേഷിച്ചു. അതിലുണ്ടായിരുന്ന 2 പേരും മരണപ്പെട്ടു. അവളുടെ നയനങ്ങൾ നിറഞ്ഞൊഴുകി. തനിക്കും ഇനി കുറച്ചു സമയം മാത്രമേ ആയുസുള്ളൂ എന്നവൾ തിരിച്ചറിഞ്ഞു. അസഹനീയമായ വേദന അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവൾ നഴ്സിനോടായി പറഞ്ഞു, അമ്മയും അച്ഛനെയും അനുസരിക്കാത്തതിൽ താൻ അവരോട് മാപ്പ് ചോദിക്കുന്നു എന്നും അവരോട് തനിക്ക് വലിയ സ്നേഹമാണെന്നും അവരെ അറിയിക്കണം. അവരെ ഇതറിയിക്കുമെന്ന് എനിക്കുറപ്പ് നൽകാമോ? ഇതു കേട്ട നേഴ്സ് ഒന്നും മിണ്ടാതെ അവളുടെ കരങ്ങൾ പുണർന്ന് അവളെ ആശ്വസിപ്പിച്ചു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ അവൾ മരണത്തിനു മുന്നിൽ പഞ്ചപുച്ഛങ്ങളും മടക്കി കീഴടങ്ങി. ഇതു കണ്ട് നിന്ന ഡോക്ടർ നഴ്സിനോട് അവളുടെ അന്ത്യാഭിലാഷം നിറവേറ്റാം എന്ന് സമ്മതം പറയാത്തതെന്ത് എന്ന് ചോദിച്ചപ്പോൾ നേഴ്സ് തല താഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു. മറ്റേ കാറിൽ ഉണ്ടായിരുന്ന 2 പേർ മോളെ അന്വേഷിച്ച് വന്ന മാതാപിതാക്കൾ ആയിരുന്നുവെന്ന് പറയാനുള്ള കരുത്ത് എനിക്ക് ഒട്ടുമില്ലായിരുന്നു.